അന്താരാഷ്ട്ര യാത്രാ വിമാനങ്ങളെ മറയാക്കിയാണ് ഇന്നലെ രാത്രി ഇന്ത്യക്ക് നേരെയുള്ള പാകിസ്ഥാൻ ആക്രമണമെന്ന് തെളിവ് നിരത്തി ഇന്ത്യ സ്ഥാപിക്കുകയാണ്. വാർത്താ സമ്മേളനം അല്പസമയം മുൻപാണ് നടത്തിയത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനമായിരുന്നു. അതിൽ കൃത്യം തെളിവുകൾ നിരത്തിയിട്ടുണ്ട് എന്നതാണ് വളരെ പ്രധാനം. ആക്രമണ സമയത്ത് പാകിസ്ഥാൻ വ്യോമ മേഖല അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് തുറന്നു നൽകി. ഈ വിമാനങ്ങളെ മറയാക്കിയായിരുന്നു ആക്രമണം എന്നതുകൂടി ഇന്ത്യ തെളിവ് സഹിതം വ്യക്തമാക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഗുരുദ്വാരകൾക്ക് നേരെയുള്ള ആക്രമണം നടത്തിയത് അത് ആരാണ് എന്നതൊക്കെ ഇന്ത്യ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ലഹോറിൽ നിന്ന് ദമാമിലേക്ക് വിമാനം പറന്നുയർന്നു ഈ ആക്രമണ സമയത്ത് എന്നുള്ളതാണ് അത് പ്രതിരോധ വിദേശകാര്യ മന്ത്രാലയങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. 36 സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇന്നലത്തെ പാകിസ്ഥാന്റെ ആക്രമണം. ജനവാസ മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമാണ് അവർ നടത്താൻ ശ്രമിച്ചത്. അതിൽ തുർക്കിയുടെ ഡ്രോൺ അസിസ് ഗാർഡ് സോൻഗാർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ്. 400 ഡ്രോണുകൾ വരെ ഉപയോഗിച്ചു. അതിൽ ഭൂരിഭാഗവും തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. വലിയ നാശനഷ്ടം പാകിസ്ഥാൻ ഉണ്ടായി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയാണ്. അച്യുതൻ കൂടി തുടരുന്നുണ്ട്. അച്യുതൻ, അങ്ങനെ തെളിവ് നിരത്തിയുള്ള വാർത്താ സമ്മേളനം ഏത് തരത്തിലേക്കാണ് ഇവർ തന്ത്രപരമായി പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കാൻ ശ്രമിച്ചത്, അതിന് എങ്ങനെയാണ് കനത്ത തിരിച്ചടി നൽകിയത് എന്നതുൾപ്പെടെ തെളിവ് നിരത്തിയുള്ള വാർത്താ സമ്മേളനം? തീർച്ചയായിട്ടും അനുജ, അതാണ് പാകിസ്ഥാൻ നടത്തിയ പ്രകോപനം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തെളിവുകളും, ഏതൊക്കെ മാർഗമാണ് പാകിസ്ഥാൻ ആക്രമണം നടത്താനായി ഉപയോഗിച്ചത്, അതെങ്ങനെയായിരുന്നു, ഏത് സംവിധാനമാണ് ഉപയോഗിച്ചത് എന്നത് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് സേന ഇപ്പോൾ, അതായത് കേണൽ സോഫിയ ഖുറേഷി ആ നടപടികൾ വിശദീകരിച്ചത്. അതിൽ നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും ശക്തമായ രീതിയിൽ പാകിസ്ഥാൻ പ്രകോപനം നടത്തി. അതിൽ ഷെല്ലാക്രമണം, ഉഗ്രശേഷിയുള്ള ആയുധങ്ങൾ വരെ പ്രയോഗിച്ചു. അതായത് ശക്തമായിട്ടുള്ള ഒരു പ്രകോപനമാണ് ഇന്നലെ LOCയിലും അതുപോലെ തന്നെ അന്താരാഷ്ട്ര അതിർത്തിയിലും പാകിസ്ഥാൻ സൃഷ്ടിച്ചത്. അതും വ്യക്തമാക്കുന്നുണ്ട്. സൈനിക കേന്ദ്രങ്ങൾ, ജനവാസ മേഖലകൾ, പ്രധാന നഗരങ്ങൾ ഉൾപ്പെടെ ഇന്നലത്തെ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. ബട്ടിൻഡയിലെ സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ട ഡ്രോണുകളെ അയച്ചു. പക്ഷേ അത് തകർത്ത്, ആ ഡ്രോണുകളെ തകർത്ത ശ്രമം പരാജയപ്പെടുത്തിയെന്നും സേന വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഭീകരരെ നുഴഞ്ഞു കയറാൻ ഈ അതിർത്തിയിലൂടെ ഇന്ത്യയിലേക്ക് പറഞ്ഞുവിടാൻ പാകിസ്ഥാൻ സൈന്യം ശ്രമിച്ചു എന്നതും പറയുന്നുണ്ട്. തുർക്കിഷ് ഡ്രോണുകളാണ് പാകിസ്ഥാൻ ആക്രമണങ്ങൾക്കായി ഉപയോഗിച്ചത്. 300 മുതൽ 400 വരെ ഡ്രോണുകളാണ് ഇന്നലത്തെ മാത്രം ആക്രമണത്തിനായി പാകിസ്ഥാൻ ഉപയോഗിച്ചത്. 26 കേന്ദ്രങ്ങളാണ് പാക് ലക്ഷ്യമിട്ടത്. എന്തായാലും ആ ഡ്രോണുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോറൻസിക് പരിശോധനകൾ നടക്കുന്നു എന്നാണ് സേന വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സിവിലിയൻ വിമാനങ്ങൾ മറയാക്കി പാകിസ്ഥാൻ ആക്രമണം നടത്തി. അതായത് അതിൻ്റെ വ്യോമപാത ഇതിനായി ഉപയോഗിച്ചു എന്നതാണ് ഇപ്പോൾ ഈ സേന വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് റഡാർ സംവിധാനങ്ങളിൽ, നിരീക്ഷണങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയാണ് അത്തരം നീക്കങ്ങൾ നടത്തിയത്. അതിലൂടെ ഇന്ത്യയിലേക്ക് എത്തി അടിക്കുവാൻ കഴിയും, ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ആക്രമണം നടത്താൻ കഴിയും എന്ന് ലക്ഷ്യമിട്ടാണ് ഈ സിവിലിയൻ വിമാനങ്ങൾ മറയാക്കി പാകിസ്ഥാൻ എത്തിയത്. പക്ഷേ ആ ദൗത്യം ഇന്ത്യ പരാജയപ്പെടുത്തി എന്ന് പറയുമ്പോൾ സേനയുടെ മികവ്, നമ്മുടെ രാജ്യത്തെ സൈനികമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങളുടെ മികവാണ് ഇവിടെ ഏറെ ശ്രദ്ധേയമാകുന്നത്. അത്തരത്തിലുള്ള പാകിസ്ഥാൻ്റെ എല്ലാ നീക്കങ്ങളെയും പരാജയപ്പെടുത്തിയ ഒരു രാത്രിയാണ് ഇന്നലെ കഴിഞ്ഞുപോയത്. മാത്രമല്ല, ഇതിനെല്ലാം ഒടുവിൽ വിദേശകാര്യ സെക്രട്ടറി ഇന്ന് നടത്തിയിരിക്കുന്നതിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രകോപനപരമായ നടപടികളാണ് സേന വിശദീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു വാക്കിലാണ് ഒതുക്കിയിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാൻ സൈന്യത്തിന് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. മറിച്ച് ഇന്ത്യ എന്ത് സൈനിക നടപടി എടുത്തു എന്നതിൽ ഈ വാർത്താ സമ്മേളനത്തിൽ അത് വിശദീകരിക്കുന്നില്ല. അതെന്തെങ്കിലും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കാം. എന്തായാലും അതും മണിക്കൂറിൽ ഒരു പക്ഷേ പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. അത് തൽക്കാലം ഈ വാർത്താ സമ്മേളനത്തിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം. മറ്റൊന്ന്, ഈ പാകിസ്ഥാൻ ഇത്തരത്തിൽ അവർ അവകാശപ്പെടുന്ന അവരുടെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച ഇന്ത്യ ആക്രമണങ്ങൾ നടത്തുന്നു എന്നൊരു അവകാശവാദം എന്ന തരത്തിലേക്ക് ഒരു പ്രചാരണം നടത്തുന്നുണ്ട്. അത് പച്ചക്കള്ളമാണ്. ആ നുണ നിരന്തരം പാകിസ്ഥാൻ ആവർത്തിക്കുന്നു എന്ന് പറയുന്നു. അവർ ആക്രമിച്ചത്, അതായത് പാകിസ്ഥാൻ ഇന്ത്യയിലെ ഗുരുദ്വാര, നിയന്ത്രണ രേഖയോട് ചേർന്നൊരു ഗുരുദ്വാര ആക്രമിക്കുകയും അവിടെ 3 പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു.
ക്രിസ്ത്യൻ സ്കൂളുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. അവിടെ പുരോഹിതർക്കും കന്യാസ്ത്രീമാർക്കും ഇത്തരത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ജനവാസ മേഖല കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ ഈ നഗരങ്ങൾ, പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ചും ഇപ്പോൾ ഈ പ്രകോപനം പാകിസ്ഥാൻ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതെന്ന് തെളിവ് നിരത്തിയാണ് ഇന്ത്യ ഇപ്പോൾ ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നതാണ് നമുക്ക് ഈ വാർത്താ സമ്മേളനത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പം മറ്റ് നയതന്ത്ര കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും പ്രതികരണമുണ്ടായി. തൽക്കാലം ഈ ക്യാബിനറ്റ് സുരക്ഷാ സമിതി സ്വീകരിച്ച നിലപാടിനപ്പുറത്തേക്ക് അതിലൊന്നും പറയാനില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകളാണ് വീണ്ടും നിർണായകമായി വരുന്നത്. അതായത് രാത്രിയിലേക്ക് കടക്കുമ്പോൾ ഇന്നലത്തെ പോലെ പാക് പ്രകോപനം ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ ഈ സൈനിക കേന്ദ്രങ്ങളടക്കം ഇപ്പോൾ നിരീക്ഷിച്ചു വരുന്നത്. ഇത്തരത്തിൽ സിവിലിയൻ വിമാനങ്ങളെയൊക്കെ ഇതിനു വേണ്ടി മറയാക്കി, അതായത് സ്വന്തം നാട്ടിലെ ജനങ്ങളെ വരെ പണയപ്പെടുത്തിയാണ് പാകിസ്ഥാൻ അതിഹീനമായിട്ടുള്ള ഈ പ്രവൃത്തികൾ ഇന്ത്യക്ക് നേരെ നടത്തുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ അത്തരം രീതികൾ ഇനി തുടർന്നും ആവർത്തിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും അത്തരത്തിലേക്ക് കൂടി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. അതായത് സിവിലിയൻ വിമാനങ്ങളെ മറയാക്കിക്കൊണ്ട് ആ റഡാർ സംവിധാനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ സൈന്യം നടത്തുന്നു. പക്ഷേ അത് കൃത്യമായി തന്നെ ഇന്ത്യൻ സൈന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൗത്യങ്ങളെയെല്ലാം, പാകിസ്ഥാൻ്റെ അത്തരം ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുത്തുന്നു. അപ്പോഴും പാകിസ്ഥാൻ ഓർക്കേണ്ടത് അത്രയും അത്യാധുനിക സംവിധാനങ്ങൾ ഇന്ത്യക്കുണ്ട്, ഇന്ത്യൻ സേനയ്ക്കുണ്ട് എന്നതാണ്. പക്ഷേ പാകിസ്ഥാൻ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനിയും പ്രകോപനത്തിന് ഒരുങ്ങുകയാണെങ്കിൽ തിരിച്ചടിക്കുക തന്നെയാണ് ഇന്ത്യക്ക് മുൻപിലുള്ളത് എന്നാണ് നമുക്ക് ഈ വാർത്താ സമ്മേളനത്തിൻ്റെ ഒരു സാരാംശം എടുത്താൽ കൃത്യമായി എന്താണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നത് തെളിവ് നിരത്തി ഇന്ത്യ വിശദീകരിക്കുകയുണ്ടായി. മറിച്ച് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള സൈനിക നടപടികൾ സംബന്ധിച്ചുള്ള പൂർണ്ണമായ ഒരു വിശദീകരണങ്ങളിലേക്ക് പോയിട്ടില്ല. മറ്റൊന്ന്, ഈ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആക്രമണങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കൂടി വിദേശകാര്യ സെക്രട്ടറി വിശദീകരിച്ചു. അത് ചോദ്യങ്ങൾക്ക് മറുപടിയായി തന്നെയാണ് അക്കാര്യങ്ങൾ വിശദീകരിച്ചത്. അനുജ, അതാണ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ തെളിവ് നിരത്തിക്കൊണ്ട് ഇന്ത്യ വ്യക്തമാക്കുകയാണ്. ഏത് തരത്തിലേക്കാണ് പാകിസ്ഥാൻ ആക്രമണത്തിന് ലക്ഷ്യം വെച്ചത്, ജനവാസ മേഖലകളെ, വ്യോമത്താവളങ്ങൾ കേന്ദ്രമാക്കി ഒക്കെ അന്താരാഷ്ട്ര യാത്രാ വിമാനങ്ങളെ മറയാക്കി രാത്രി ആക്രമണത്തിന് ശ്രമിച്ചു എന്നൊക്കെയുള്ളത് ഏറ്റവും ഗുരുതരമായ കാര്യം തന്നെയാണ്.